ഹലോ മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാം ആവാറായിട്ടുണ്ടല്ലേ. സോ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിലേക്ക് നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്, അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർഷൻസ് എന്നൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമുക്കറിയാം ഫസ്റ്റത്തെ 9 ചാപ്റ്റേഴ്സ് ആണ് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിലേക്ക് വരുന്നത്. സോ ഈ വരുന്ന എക്സാമിൽ നമ്മൾ ചാപ്റ്റേഴ്സിനെ 3 സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തു അല്ലേ. ഫസ്റ്റത്തെ 1, 2, 3 ചാപ്റ്റേഴ്സ് നമുക്കറിയാം നമ്മുടെ C++ഉം അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ 4, 5, 6 ആൻഡ് 7 ചാപ്റ്റേഴ്സ്, ഈ 4 ചാപ്റ്റേഴ്സ് നമുക്ക് HTML എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പോർഷൻസ് ആണ് അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ 8 ആൻഡ് 9 ചാപ്റ്റേഴ്സ്, ഈ 2 ചാപ്റ്റേഴ്സ് നമ്മുടെ ഡാറ്റാബേസും അതിൽ യൂസ് ചെയ്യുന്ന SQL എന്ന് പറയുന്നത് അല്ലേ. ഈ 3 പ്രോഗ്രാംസ് ആണ് നമുക്ക് ഈ കൊല്ലം മെയിൻലി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസും വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ അല്ലേ C++ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റിവ്യൂ ഓഫ് C++ എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ +1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോർഷൻ ആണ് അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ടേംസ് ആണ് അല്ലേ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ സെറ്റ് എന്താണ്, ടോക്കൺസ് എന്താണ്, കീവേഡ്സ് എന്താണ്, ഐഡന്റിഫയേഴ്സ് എന്താണ് പോലുള്ള ചെറിയ ചെറിയ കീ ടേംസ് ആണ് നമുക്ക് ഈ ഒരു ഇയറിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്ക് മെയിൻലി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട് വരുന്ന പോർഷൻസ് ആണ് അല്ലേ. പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം 2 സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാറുള്ളത്. ഒന്ന് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയില്ലേ. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയയുടെ ബേസിൽ ഒരു കണ്ടീഷനെ അല്ലെങ്കിൽ ഒരു ഡാറ്റയെ നമ്മൾ സെലക്ട് ചെയ്യാനും, ലൂപ്പിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റകളെ എക്സിക്യൂട്ട് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കുന്നത്. പിന്നീട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത C++ പ്രോഗ്രാമിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന അറേസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് അല്ലെ. അറേസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് ആകെ 4 മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിൻലി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അതിൽ മെയിൻലി പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു അറേനെ ഡിക്ലെയർ ചെയ്യുക, ഓരോ അറേയുടെയും മെമ്മറി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഓരോ അറേനെയും നമ്മൾ എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അറേയിൽ എങ്ങനെയാണ് സ്ട്രിങ്ങുകൾ അല്ലെ നമ്മൾ എഴുതുന്ന സ്ട്രിങ്ങുകൾ എങ്ങനെയാണ് അറേയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. മാക്സിമം 4 മാർക്കായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മുടെ തേർഡ് ചാപ്റ്റർ അല്ലെ ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി നമുക്ക് പ്രോഗ്രാമിലേക്ക് വരുന്ന കുറച്ച് ഫംഗ്ഷൻസ് അല്ലെ, എന്താണ് ഫംഗ്ഷൻ എന്ന് പഠിക്കാനുണ്ട്. അതിൽ മോഡുലാർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ പഠിക്കാനുണ്ട്. അതിൽ തന്നെ നമ്മൾ 2 ആക്കി ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ബിൽഡ് ഇൻ ഫംഗ്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഉണ്ട്. യൂസർ ഡിഫൈൻഡ് നമുക്കറിയാം ഒരു പ്രോഗ്രാം ചെയ്യുന്ന ആള് അയാളുടെ ക്രൈറ്റീരിയക്ക് അനുസരിച്ച് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. എന്നാൽ ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൽ ഓൾറെഡി ബിൽഡ് ഇൻ ആയിട്ടില്ല അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അല്ലെ. അതിൽ നമുക്ക് 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഒന്ന് കൺസോൾ ഫംഗ്ഷൻ ആണ്, രണ്ടാമത്തത് സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ്, മൂന്നാമത്തത് ക്യാരക്ടർ ഫംഗ്ഷൻ ആണ്, ആൻഡ് അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മാക്സിമം 8 മാർക്സിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവാം. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ 4th ചാപ്റ്റർ അല്ലെ, നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ 4th ചാപ്റ്റർ വെബ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. അതിൽ നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് നമ്മൾ വെബിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് വെബ്സൈറ്റുകളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇനി അതല്ല വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഏതൊക്കെ ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് HTML എന്ന് പറയുന്ന പ്രോഗ്രാമാണ് അല്ലെ. HTML എന്ന് പറയുന്ന പ്രോഗ്രാമും അതിന്റെ ബേസിക് കൺസെപ്റ്റുകളും അതുപോലെ തന്നെ ഒരു നോർമൽ ബേസിക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോർമൽ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് HTML കോഡുകളും നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു 4th ചാപ്റ്ററിൽ പഠിക്കും. മാക്സിമം ഒരു 10 മാർക്കിന് വരെ നമുക്ക് ഈ ഒരു പോർഷൻസ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ തിയറി വരുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 4th ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ 5th ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത HTML എന്ന് പറയുന്ന പ്രോഗ്രാം അല്ലെ. ഈ HTML നമ്മൾ എങ്ങനെയാണ് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് 3 തരത്തിൽ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓർഡർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡർഡ് ലിസ്റ്റ് ഉണ്ട്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. ഇത് കൂടാതെ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൽ നമ്മൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെ ഓരോ വെബ്സൈറ്റുകൾ നമ്മൾ ഫ്രെയിമുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുക അല്ലെ. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി എവിടെ പഠിക്കാനുള്ളത് നമ്മുടെ 5th ചാപ്റ്റർ അല്ലെങ്കിൽ വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് ഫൈനലി നമ്മുടെ 6th ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ജാവ സ്ക്രിപ്റ്റ് അല്ലെ. ജാവ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ ഓൾറെഡി കേട്ടിട്ടില്ല, ജാവ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ഈ ജാവ സ്ക്രിപ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ജാവ സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ ജാവ സ്ക്രിപ്റ്റിൽ ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓരോ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള അരിത്തമെറ്റിക്, റിലേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ഇത് നമുക്ക് ജാവ സ്ക്രിപ്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഈ ഒരു ജാവ സ്ക്രിപ്റ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഫൈനലി നമുക്ക് അതിൽ വരുന്നത്
ജാവാസ്ക്രിപ്റ്റ് നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെ, നമ്മുടെ ഒരു നോർമൽ പ്രോഗ്രാമിൽ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിനെ ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അഡീഷണലി ഒരു ജാവാസ്ക്രിപ്റ്റിനെ നമ്മൾ ഫയൽ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഒരു എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക പോലുള്ള കാര്യങ്ങളാണ് നമുക്ക് എവിടെ വരുന്നത്, നമ്മുടെ ഈ ഒരു 6th ചാപ്റ്ററിൽ വരുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ 7th ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ 4th, 5th ആൻഡ് 6th ചാപ്റ്ററിൽ പഠിച്ചു എങ്ങനെയാണ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യുക എന്നൊക്കെ ഉള്ളത് അല്ലെ. ഈ ഡിസൈൻ ചെയ്ത് വെച്ച വെബ്സൈറ്റ് നമുക്ക് ഇന്റർനെറ്റിൽ അലൗഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ ഈ വെബ് ഹോസ്റ്റിംഗ് എന്താണ് വെബ് ഹോസ്റ്റിംഗ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അല്ലെ, ഷെയർഡ് ആയിട്ട് ചെയ്യാം, ഡെഡിക്കേറ്റഡ്, VPS എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗുകൾ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ എങ്ങനെയാണ് നമ്മൾ ഒരു വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുക, അതിന് നമ്മൾ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്നാണ് നോർമലി ഡിസ്കസ് പറയാറുള്ളത്. ഇത് കൂടാതെ CMS എന്ന് പറയുന്ന ടോപ്പിക്കും, അതുപോലെ തന്നെ റെസ്പോൺസീവ് ആയിട്ടുള്ള അല്ലെ, നമുക്ക് ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് ഒക്കെ പോലെ റെസ്പോൺസീവ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് അപ്പോൾ റെസ്പോൺസ് വരുന്ന രീതിയിലുള്ള വെബ്സൈറ്റുകൾ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് നമ്മൾ എവിടെ പഠിക്കും, ഈ ഒരു 7th ചാപ്റ്ററിൽ പഠിക്കും. ഇതിൽ നമുക്ക് മെയിൻലി ഒരു 4 മാർക്ക് ടു 5 മാർക്ക് വരെയാണ് കൂടുതൽ ഇതിൽ വരാം. ഇതിൽ നമ്മുടെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 3 ടൈപ്പ് ഓഫ് ഹോസ്റ്റിങ്ങുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് കൂടുതലും എന്താവുന്നത് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നമുക്ക് ചോദിക്കുന്നുണ്ടാവാം. അത് കഴിഞ്ഞ് നമ്മുടെ 8th ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ഡാറ്റാബേസ് മാനേജ്മെന്റ് അല്ലെ, എന്താണ് ഡാറ്റാബേസ്, എങ്ങനെയാണ് നമ്മളൊരു ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുക, എന്തൊക്കെയാണ് നമ്മളൊരു ഡാറ്റാബേസ് വെച്ച് ചെയ്യുന്നുണ്ടാവുക, ആരൊക്കെയാണ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, ഈ ഒരു 8th ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി ഓരോ യൂസേഴ്സ് അല്ലെ, ഡാറ്റാബേസ് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ ഏതൊക്കെ കീസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി അതിൽ റിലേഷണൽ ആൾജിബ്ര അല്ലെ, 1 or 2 ടേബിൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ 2 or 3 ഡാറ്റാസോ ഡാറ്റാബേസസോ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു 8th ചാപ്റ്ററിൽ പഠിക്കുന്നത്. 8th ചാപ്റ്ററിന്റെ സെയിം കണ്ടിന്യൂഷൻ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡാറ്റാബേസുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് SQL അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, നമ്മുടെ 9th ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു 9th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് SQLന്റെ കോമ്പോണൻസ് അല്ലെ, അതുപോലെ തന്നെ SQL നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ കമാൻഡുകൾ നമ്മളിവിടെ അല്ലെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ഡാറ്റാബേസിനെ ഓൾട്ടർ ചെയ്യാനും അതിനെ മോഡിഫൈ ചെയ്യാനും അതിലേക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഏതൊക്കെ കമാൻഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഫംഗ്ഷൻസ് അല്ലെ, ഏതൊക്കെ ഫംഗ്ഷൻസ് നമ്മൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ. ഒരു 8 to 9 മാർക്സ് ആയിരിക്കും നമുക്ക് എവിടെ നിന്ന് വരാം, ഈ ഒരു SQL എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ വരാം. ഇതിൽ മെയിൻലി നമ്മുടെ പ്രോഗ്രാമിങ്ങിന്റെ കമാൻഡ്സ് അല്ലെങ്കിൽ SQLന്റെ കമാൻഡുകളും ഓരോ ഡാറ്റാബേസുകളും നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് പോലുള്ള പോർഷൻസ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ നമുക്ക് വരുന്നുണ്ടാവുക. സോ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് തന്നെ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക.